നമസ്കാരം. നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെയും ദൈവശാസ്ത്രജ്ഞരെയും ജ്യോതിശാസ്ത്രജ്ഞരെയും ഒരുപോലെ കുഴയ്ക്കുന്ന ഒരു പ്രഹേളികയാണ് ബത്ലഹേമിലെ നക്ഷത്രം. കിഴക്ക് നിന്നെത്തിയ ജ്ഞാനികൾക്ക് യേശുവിന്റെ ജനനസ്ഥലത്തേക്ക് വഴി കാണിച്ച ആ ദിവ്യാകാശ പ്രതിഭാസം എന്തായിരിക്കാം? ഈ ചോദ്യത്തിന് ബൈബിളിലെ വിവരണങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നതും ശാസ്ത്രീയമായ അടിത്തറയുള്ളതുമായ ഒരു വിശദീകരണം അവതരിപ്പിച്ചിരിക്കുകയാണ് നാസയിലെ ഒരു ഗൃഹശാസ്ത്രജ്ഞൻ. നാസയിലെ പ്ലാനറ്ററി സയന്റിസ്റ്റായ മാർക്ക് മാറ്റ്നി മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം അനുസരിച്ച് ഈ നിഗൂഢമായ നക്ഷത്രം 2000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയോട് അതീവ അടുത്തു വന്ന ഒരു വാൽനക്ഷത്രമായിരിക്കാം. ജേണൽ ഓഫ് ദി ബ്രിട്ടീഷ് ആസ്ട്രോണമിക്കൽ അസോസിയേഷനിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പുതിയ പഠനം ക്രിസ്തുവിന് മുൻപ് അഥവാ BC 5-ാം നൂറ്റാണ്ടിൽ പുരാതന ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയ ഒരു വാൽനക്ഷത്രത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ നക്ഷത്രത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള വിവരണങ്ങളാണ് ഈ പ്രതിഭാസത്തെ എന്നും ഒരു കടങ്കഥയായി നിലനിർത്തുന്നത്. നക്ഷത്രം കിഴക്ക് നിന്ന് ഉദിച്ചു ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്ക് പോകുന്ന യാത്രികരുടെ മുന്നിലൂടെ സഞ്ചരിച്ചു. അതിനുശേഷം യേശു ജനിച്ച സ്ഥലത്തിന് നേരെ മുകളിൽ നിലയുറപ്പിച്ചു എന്നാണ് ബൈബിളിൽ വിവരിക്കുന്നത്. ഒരു സാധാരണ നക്ഷത്രത്തിനോ ഗ്രഹത്തിനോ ഇത്തരത്തിലൊരു ചലന സ്വഭാവം അസാധ്യമാണ്. അതുകൊണ്ടാണ് പലരും ഇതിനെ പ്രതീകാത്മക സംഭവമായോ അല്ലെങ്കിൽ അത്ഭുത സംഭവമായോ കണ്ടിരുന്നത്. എന്നാൽ മാറ്റ്നി വിശ്വസിക്കുന്നത് BC 5-ലെ വസന്തകാലത്ത് 70 ദിവസത്തിലധികം ആകാശത്ത് ദൃശ്യമായ ഒരു വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള ചൈനീസ് സാമ്രാജ്യത്വ രേഖകളിൽ ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം എന്നാണ്. ഈ സമയക്രമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രകാരന്മാർ പൊതുവെ യേശുവിന്റെ ജനനം BC 6-നും 5-നും ഇടയിലാണെന്ന് കണക്കാക്കുന്നു. ബൈബിൾ വിവരണങ്ങളിലെ പ്രധാന കഥാപാത്രമായ ഹെരോദോസ് രാജാവ് BC 5-ന് മുൻപ് മരിച്ചിട്ടില്ല എന്ന കണ്ടെത്തലാണ് ഈ അനുമാനത്തിന് ഭാഗികമായ കാരണം. പുതിയ മോഡലിംഗ് സങ്കേതം ഉപയോഗിച്ച് മാറ്റ്നി പുരാതന ചൈനീസ് നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഈ വാൽനക്ഷത്രത്തിന്റെ സാധ്യമായ സഞ്ചാരപഥങ്ങൾ പുനഃസൃഷ്ടിച്ചു. ഈ പദങ്ങളിൽ ചിലത് വാൽനക്ഷത്രം ഭൂമിയുടെ അസാധാരണമാം വിധം അടുത്തു കടന്നു പോയിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. ഈ അടുപ്പം കാരണം ഒരു ചെറിയ കാലയളവിൽ അതിന്റെ ദൃശ്യചലനം ഭൂമിയുടെ ഭ്രമണ വേഗതയുമായി ഒത്തുപോയിരുന്നു. ആധുനിക ഉപഗ്രഹ എഞ്ചിനീയർമാർ ഇതിനെ താൽക്കാലിക ഭൂസ്ഥിര ചലനം എന്ന് വിളിക്കുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് വാൽനക്ഷത്രം അല്പസമയം ആകാശത്ത് ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചതായി തോന്നാം. അതിനുശേഷം അത് അതിന്റെ സഞ്ചാരം തുടരും. മാറ്റ്നിയുടെ ഒരു മോഡലിൽ BC 5-ലെ ഒരു ജൂൺ മാസത്തിലെ പ്രഭാതത്തിൽ ഈ നിശ്ചലാവസ്ഥ സംഭവിക്കുമായിരുന്നു. ഈ സമയത്ത് വാൽനക്ഷത്രം ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള യാത്രാമാർഗത്തിന് നേർരേഖയിലായിരിക്കും ഉണ്ടായിരിക്കുക. തെക്കോട്ട് യാത്ര ചെയ്യുന്ന ജ്ഞാനികൾക്ക് ഈ ശോഭയുള്ള വസ്തു തങ്ങളുടെ മുന്നിലൂടെ ഉയർന്നു വന്നതായും വഴി കാണിക്കുന്നതായും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മുകളിൽ നിലയുറപ്പിക്കുന്നതായും തോന്നാൻ സാധ്യതയുണ്ട്. മത്തായിയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ആദ്യത്തെ ജ്യോതിശാസ്ത്രപരമായ വസ്തുവാണിത്. ജ്ഞാനികൾക്ക് വഴികാട്ടിയായി മുന്നോട്ട് പോവുകയും യേശു ജനിച്ച സ്ഥലത്തിന് നേരെ മുകളിൽ നിലയുറപ്പിക്കുകയും ചെയ്ത വസ്തു ഒരുപക്ഷെ ഈ നക്ഷത്രമായിരിക്കാമെന്നും മാറ്റ്നി പറയുന്നു. ഈ പ്രതിഭാസം സംഭവിക്കണമെങ്കിൽ വാൽനക്ഷത്രം ഭൂമിയുമായി ഏകദേശം 3,80,000 മുതൽ 4,00,000 കിലോമീറ്റർ വരെ ദൂരത്തിൽ കൂടി, അതായത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏകദേശ ദൂരത്തിൽ കൂടി കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ഇത്തരം അടുത്തുവരവുകൾ അപൂർവമാണ് എങ്കിലും അസാധ്യമല്ല എന്ന് മാറ്റ്നി ചൂണ്ടിക്കാട്ടുന്നു. ഉദാഹരണമായി 2014-ൽ സൈഡിംഗ് സ്പ്രിംഗ് വാൽനക്ഷത്രം ചൊവ്വയുടെ 1,41,000 കിലോമീറ്റർ ദൂരത്ത് കൂടി കടന്നുപോയത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തേക്കാൾ വളരെ അടുത്താണ്. ഭൂമിയോട് ഇത്ര അടുത്ത് കടന്നു പോകുന്ന ഒരു വാൽനക്ഷത്രം അവിശ്വസനീയമാം വിധം ശോഭയുള്ളതും ഒരുപക്ഷെ പകൽ സമയത്ത് പോലും ദൃശ്യമാകുന്നതുമാകാം. പുരാതന വിശ്വാസങ്ങളുമായി ഈ ആശയം പൊരുത്തപ്പെടുന്നുണ്ട്. ഗ്രീക്കോ റോമൻ കിഴക്കൻ പാരമ്പര്യങ്ങളിൽ വാൽനക്ഷത്രങ്ങളെ രാജകീയ ജനനങ്ങളുടെയോ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെയോ ദൈവിക ഇടപെടലുകളുടെയോ ലക്ഷണങ്ങളായാണ് വ്യാഖ്യാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാലം ആകാശത്ത് ദൃശ്യമായ ഒരു ശോഭയുള്ള വാൽനക്ഷത്രത്തെ കണ്ടാൽ ജ്ഞാനികൾക്ക് ഒരു വിദൂര യാത്രയ്ക്ക് അത് പ്രചോദനമാകും. എങ്കിലും മാറ്റ്നിയുടെ ഈ വിശകലനം ഈ ചർച്ചയ്ക്ക് ഒരു അന്ത്യം കുറിക്കുന്നില്ല. ബത്ലഹേമിലെ നക്ഷത്രത്തെക്കുറിച്ച് നൂറ്റാണ്ടുകളായി 400-ലധികം പണ്ഡിതോചിതമായ വ്യാഖ്യാനങ്ങൾ ഇതിനകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹന്നാസ് കെപ്ലർ BC 7-ലെ വ്യാഴത്തിന്റെയും ശനിയുടെയും അപൂർവമായ സംഗമമാണ് ഇതിന് കാരണമെന്ന് വാദിച്ചിരുന്നു. മറ്റു ചിലർ ഒരു സൂപ്പർനോവയെക്കുറിച്ച് വാദിക്കുമ്പോൾ പലരും ഈ നക്ഷത്രത്തെ ഒരു പ്രകൃതി പ്രതിഭാസമായി കണക്കാക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ജ്യോതിശാസ്ത്രം, പുരാതന രേഖകൾ, ശതകോടിക്കണക്കിന് ആളുകൾ വിലമതിക്കുന്ന ഒരു കഥ എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും നിലനിൽപ്പുള്ള നിഗൂഢതകളിൽ ഒന്നിലേക്ക് മാറ്റ്നിയുടെ വാൽനക്ഷത്ര സിദ്ധാന്തം ഒരു പുതിയ ശാസ്ത്രീയ സാധുതയുള്ള അധ്യായമായി കൂട്ടിച്ചേർക്കപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.